അപ്പൊ എന്തായാലും കൂലി റിലീസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാവിലെ 4 മണി 4:30 ഇവിടെ 6 മണിക്ക്, ഇവിടെ 6 മണി മുതലാണ്. എനിക്ക് തോന്നുന്നു മറ്റു സംസ്ഥാനങ്ങളൊക്കെ പല 5 മണിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 6 മണി, ഇന്ത്യയിൽ മുഴുവൻ 6 മണിയാണ്. ഇന്ത്യയിലെ 6 മണി തന്നെയാണ്. എന്തായാലും ഫസ്റ്റ് ഷോയും കഴിഞ്ഞു, രണ്ടാമത്തെ ഷോയൊക്കെ കഴിഞ്ഞു. നമ്മൾ 3 പേരും സിനിമ കണ്ടു. അപ്പൊ അതിന്റെ അഭിപ്രായം ജോവാക്കർ തന്നെ അഭിപ്രായം പറഞ്ഞു തുടങ്ങിക്കോളാം. ഇത് ആദ്യം തന്നെ പറയാം, നമ്മളിത് റിവ്യൂവും കാര്യങ്ങളൊന്നും അല്ല, കണ്ടപ്പോൾ നമ്മളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. നമ്മളല്ലാതെ ഇതിൽ റിവ്യൂയോ അല്ലെങ്കിൽ ഇതിൽ അത് കൊള്ളൂല ഇത് കൊള്ളൂല അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ജെന്യുവൻ അഭിപ്രായങ്ങൾ നമുക്ക് തോന്നുന്നു പറയുന്നു അല്ലേ? ഞാൻ ഇഷ്ടപ്പെട്ടില്ല, സിനിമ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടില്ല. അതിൽ കാരണം പാറ്റേൺ കാര്യങ്ങളൊക്കെ വന്നു. മാത്രമല്ല സൗബിൻ അടിപൊളിയായിരുന്നു. സൗബിന് കുഴപ്പമുണ്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അദ്ദേഹം കൊടുത്ത റോളുകൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യേണ്ടത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചെറുപ്പം മുതലേ പല പോർട്ടുകൾ, അതായത് നമ്മുടെ ഷിപ്പിംഗ് പോർട്ടുകളും പല കാര്യങ്ങളും പല സിനിമകളും, ഇപ്പൊ പോട്ടെ ഹം എന്നുള്ള സിനിമ, പല സിനിമകൾ റിലേറ്റ് ചെയ്ത് നമ്മൾ ഈ കാര്യം കണ്ടിട്ടുള്ളതാണ്. രജനീകാന്ത് അഭിനയിച്ച പല സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിലെ മൊത്തം കാര്യങ്ങളെല്ലാം, അതായത് നേരത്തെ കണ്ടിട്ടുള്ള പരിചയം, നിങ്ങൾ ആ പ്ലേസ് ചെയ്ത ആ ഒരു പശ്ചാത്തലമാണോ ഉദ്ദേശിക്കുന്നത്? പശ്ചാത്തലം, ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത സ്ഥലങ്ങള്, പിന്നെ BGM, ഇതൊക്കെ വളരെയധികം മിക്കപ്പോഴും ഈ പറയുന്ന രജനീകാന്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോ നമുക്ക് സാധനം വന്നില്ല. ഇപ്പൊ താങ്കളുടെ അഭിപ്രായം പറയൂ. എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ് ഫീലാണ് മൊത്തത്തില് കിട്ടിയത്. അതായത് ടിപ്പിക്കൽ രജനീകാന്ത് മൂവി തന്നെയായി പോയി സിനിമ. ലോകേഷ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ അല്ലെങ്കിൽ റൈറ്ററിന്റെ ഒരു സാധനവും ഈ ഒരു സിനിമയിൽ കൂലിയിൽ ഒന്നും കണ്ടില്ല. കാരണം ലോകേഷ് മൂവി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തത്. രജനീകാന്ത് അതിൽ വന്ന ഒരു ആക്ടർ എന്ന് മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തുള്ളൂ. കാരണം ഇത് ടിപ്പിക്കൽ എന്നാലും ഇതൊരു രജനീകാന്ത് മൂവി തന്നെ ആയിപ്പോയി. അത് ലോകേഷ് കനകരാജ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്നറിയാൻ. എന്നാലും എനിക്ക് ഫുള്ളി ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല പടം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ടുള്ളത് നമ്മുടെ നാഗാർജുന, ഉപേന്ദ്ര, ഇവർ രണ്ടുപേരുടെ ക്യാരക്ടർ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു 2 ക്യാരക്ടറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ നാഗാർജുന. ഞാൻ ആളുടെ അധികം സിനിമ ഒന്നും കണ്ടുള്ള, പക്ഷെ ഈ ഒരു സിനിമയിലെ ആളുടെ സ്വാഗം, അതായത് രജനീകാന്ത് പോലത്തെ എത്ര സ്റ്റൈൽ മന്നൻ ഇരിക്കുമ്പോ നാഗാർജുന ഒരു സ്കോർ ചെയ്യാന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അവരെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തവരോ ഒന്നും നല്ലല്ല. നമുക്ക് ഇവർക്ക് അഭിനയിക്കാൻ അറിയാവുന്നു, പക്ഷെ അതിൽ നമുക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ നാഗാർജുന ആയാലും രജനീകാന്ത് ആയാലും ഉപേന്ദ്ര ആയാലും അതിൽ അമീർ ഖാൻ ആയാലും അതിൽ അഭിനയിച്ചിരിക്കുന്ന ഈ പറയുന്ന പലവരും ആ പാട്ട് തന്നെയുണ്ട് ഓടിക്കാൻ. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പുറത്തോട്ട് പോയി ആ സാധനം കിട്ടിയില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. അതെ ഇവര് നല്ല നടന്മാരല്ലെന്ന് ഇവർക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ളതല്ല. ഇതിന്റെ ഔട്ട് എടുത്തില്ലേ, ഔട്ട് എടുത്ത് നമ്മളെ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോ വെളുപ്പിനെ നമ്മൾ പോയിരുന്ന് കാണുമ്പോ നമുക്ക് പല പ്രാവശ്യം എഴുതിട്ട് തുള്ളണമെന്നോ ഒരു ഡയലോഗ് പറയുമ്പോൾ പറയണമെന്ന് തോന്നുമ്പോ അത് വരുന്നില്ല. അത് നമുക്ക് മനസ്സിൽ ഒച്ച വരില്ല. അതായത് ജയിലറിലൊക്കെ എന്ന് പറയുന്ന സാധനം ഈ സാധനത്തിൽ ചെയ്യാൻ തോന്നിയില്ല ആക്ച്വലി. അതായത് ഒരു ഗൂസ് ബംസ് സാധനങ്ങളോ മൂവ്മെന്റ്സോ ഒന്നും ഉണ്ടായില്ല. അത് ഭയങ്കര ഈ സിനിമ, അതൊരു മാസ് സിനിമ കാണാൻ പോകുമ്പോ ആ ഒരു സാധനം നമുക്ക് വേണം. അതായത് അമ്പോ എന്നുള്ള സാധനം കിട്ടിയില്ല. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഇതിന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നം എന്ന് പറയുന്നത് ലോകേഷിന്റെ സ്ക്രിപ്റ്റിൽ കുറച്ച് വീക്കുന്ന രീതിയിലല്ല, കുറച്ച് അധികം കാര്യങ്ങൾ. നമുക്കിപ്പോ ഇതിന്റെ കഥയും മറ്റു കാര്യങ്ങളൊന്നും പറയണ്ട, കാണാത്ത ഒരുപാട് പേരുണ്ട്. അതായത് ഇതിന്റെ ഒരു 1 ലൈനിൽ ലോകേഷ് കുറെ വർക്ക് ചെയ്ത് കുറച്ച് കുരുക്കുകൾ ഇട്ട് ആ കുരുക്ക് അഴിക്കാനുള്ള കുറച്ച് പണികൾ സ്ക്രിപ്റ്റിംഗ് സൈഡിലാണ് ഇതിന്റെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിന്റെ കുറച്ചൊരു വീക്കായിട്ട് വന്നിട്ടില്ല. ബാക്കി ഇതിന്റെ മേക്കിങ്ങോ എടുത്തു പറയേണ്ട അനിരുദ്ധാണ്. ഇതിന്റെ സ്റ്റാർ അനിരുദ്ധാണ്. ചില സീൻസിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ സീൻസ് ആവറേജ് ആയിരിക്കും, പക്ഷെ അനിരുദ്ധ് അത് ബാക്ക് ചെയ്ത് രജനീകാന്തിന്റെ തന്നെ ഭാഷയെ പറഞ്ഞാൽ അനി എങ്കയോ കൊണ്ട് എത്തിച്ചു എന്ന് പറയുന്ന സാധനം തന്നെയാണ്. പിന്നെ ഗിരീഷ് ഗംഗാധരന്റെ ക്യാമറ വർക്ക് ആയാലും ലോകേഷിനും, അതായത് ലോകേഷും ഗിരീഷും കൂടിയുള്ള ഒരു റാപ്പോ ഉണ്ട്. ആ ഒരു ചില സീൻസ് എഴുത്തിൽ ചിലപ്പോൾ വീക്കാണെങ്കിലും ലോകേഷിന്റെ മനസ്സിലുള്ള ആ തരത്തിലുള്ള വിഷ്വലിലേക്ക് ഇത് ഗിരീഷ് ഗംഗാധരന്റെ ക്യാമറ വർക്കും അനിരുദ്ധിന്റെ മ്യൂസിക്കും കൂടി വരുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് നാഗാർജുന, ശരിക്കും എനിക്ക് പേഴ്സണലി പറയണമെങ്കിൽ നാഗാർജുനന്റെ ക്യാരക്ടർ പ്ലേസ് ചെയ്ത് എനിക്ക് തൃപ്തി വന്നില്ല. കാരണം നാഗാർജുന ഒരു ടോപ്പ് സ്റ്റാർ തന്നെയാണ്. നമ്മൾ തമിഴിലെ രജനീകാന്ത് എന്ന് പറയുന്ന ലെവലല്ലെങ്കിലും അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സ്റ്റാർ തന്നെയാണ്. ആ നാഗാർജുനനെ പറ്റിയ ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനെക്കാട്ടും കൂടുതൽ സ്പേസ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ സൗബിനാണെന്നാണ് എനിക്ക് തോന്നിയത്. ഉപേന്ദ്രയുടെ സീൻ ഗംഭീരം തന്നെയായിരുന്നു. ഉപേന്ദ്ര വന്ന സമയത്ത് പിന്നെ നമ്മൾ ബാക്കിയെല്ലാം ഞാൻ മറന്നു. ഉപേന്ദ്രനെ കൊണ്ടുവന്നതും ആ ഒരു സീനൊക്കെ രജനിക്ക് അപ്പുറത്തോട്ട് പോയി.
അതാണ്. പിന്നെ ആമീർ ഖാൻ ഓക്കെ, ആമീർ ഖാൻ അതിപ്പോ ആമീർ ഖാൻ തന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു സ്റ്റാർ വേണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആമീർ ഖാൻ വന്നു കഴിഞ്ഞപ്പോ ആമീർ ഖാൻ രജനീകാന്ത് കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഒക്കെ കുറച്ച് ഫ്രഷ്നെസ് കൊണ്ടുവന്നു. അല്ലല്ല, അത് അങ്ങനെയൊന്നും പറയില്ല. ഞാൻ പറയട്ടെ, ആമീർ ഖാൻ അല്ലെങ്കിൽ അതില് ആ സീനില് ഈ പറയണ ഞാൻ വന്നപ്പോ അവസാനമായപ്പോ ഉപേന്ദ്ര വന്നു, പിന്നെ ആമീർ ഖാൻ വന്നു. അപ്പോഴാണ് ആൾക്കാർ ഉപേന്ദ്രയും ആമീർ ഖാനും വന്നില്ലായിരുന്നെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ട് ആൾക്കാർ തണുപ്പൻ മട്ടിലിരുന്നേനെ. നമുക്ക് മനസ്സിലായിക്കോട്ടെ, പക്ഷെ അവര് കാത്തിരിപ്പുണ്ടല്ലോ അമീർ ഖാനെ കാണാൻ വേണ്ടി. അമീർ ഖാന് പകരം ജോവാക്കറാണ് ആ സീൻ വന്നിരുന്നെങ്കിൽ ആൾക്കാർ ഈ കാത്തിരിക്കുമോ? ഞാനിപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം, നമ്മൾ അമീർ ഖാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹെലികോപ്റ്റർ വരുന്നു, പല സാധനം അല്ല, നിങ്ങൾ കഥ പറയല്ലേ, സീൻ പറയല്ലേ. വരുന്നു, അമീർ ഖാൻ വരുന്നു, കാലി കാണിക്കുന്നു, ഓക്കെ. നമ്മളിത് കഴിഞ്ഞിട്ട് ഇതിന്റെ 1/1 ആയിട്ട് പിന്നെ അവസാനം കോമാളിയായി. അല്ല, അത് നിങ്ങൾ ആ ക്യാരക്ടറിന്റെ ഇതിലേക്കാണ് ഞാൻ പറഞ്ഞ. ആമീർ ഖാൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറിനെ ഒരു സ്റ്റാറിന് നമുക്ക് നിങ്ങൾ റോളക്സിനായിട്ട് കമ്പയർ ചെയ്യണ്ട, റോളക്സിനായിട്ട് കമ്പയർ ചെയ്യണ്ട. അടിപൊളി അറിയാലോ, റോളക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാര് സാധനമായിരുന്നു. അത് ഏത് പ്രേക്ഷകനായാലും ഇത്ര പോയി, എന്നാ ലാസ്റ്റ് അമീർ ഖാൻ ഒരു സാധനം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന സാധനത്തിന് എനിക്ക് പറയട്ടെ, അത് നിങ്ങൾ പറയുന്ന അതാ ക്യാരക്ടറൈസേഷൻ ആണ്. ക്യാരക്ടർ എഴുതിയതിന്റെ കുഴപ്പമാണ്, അല്ലാതെ ആമീർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുഴപ്പമല്ലാതെ. അപ്പൊ ആമീർ ഖാൻ കൊളാക്കിന്നാണോ നിങ്ങൾ പറയുന്നത്? അതാണ് പറഞ്ഞ ക്യാരക്ടർ എഴുതിയതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞത്. ആമീർ ഖാൻ, അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ആമീർ ഖാൻ എന്ന് പറഞ്ഞ സ്റ്റാർ സ്ക്രീനിൽ വരുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് പറയുന്നത്. ആ സന്തോഷമാണ് പറഞ്ഞത്. ഈ പറയുന്ന തമിഴന്മാർ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം, തമിഴര് ഈ പറയുന്ന മലയാളത്തിൽ നിന്നും കന്നഡയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഇന്ത്യയിലുള്ള ഏത് ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിൽ ആയിക്കോട്ടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കോമഡികളാക്കി വിടും. ദിവന്മാര് ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ്, എനിക്കത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞത്. അതുപോലെ അമീർ ഖാനെ കൊളാക്കിയിട്ടുണ്ട്, അതുപോലെ ജാക്കി ഷ്രോഫിനെ വിജയുടെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവരും. വിജയുടെ അല്ല, ഗുഡ് ബാഡ് അഗ്ലിയിലല്ല ജാക്കി ഷ്രോഫിനെ കൊണ്ടുവന്ന, അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയിൽ. മറ്റേ ഇതിൽ പെട്ടല്ലോ, മറ്റേ പടം സഞ്ജയ് ദത്താണോ നിങ്ങൾ പറഞ്ഞത്? ജാക്കി ഷ്രോഫില്ലേ, ഇടിക്കണത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒട്ടുമിക്ക സിനിമയില ഇതുപോലെ തന്നെ മമ്മൂട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ന്യൂമാര് ചെയ്യാൻ പറ്റില്ല, മമ്മൂട്ടി പോയില്ല. മമ്മൂട്ടി ചെയ്യുന്നത് ആ സാധനം അതേപോലെയാണ് വിളിക്കണത്, ഉള്ളൂ. അങ്ങനെ യുവമാര് എപ്പോഴും സ്ഥിരം പരിപാടിയാണ്, കുറെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് കോമാളിയാക്കും. അവസാനം ഈ സൗബിന്റെ ക്യാരക്ടർ നന്നായിട്ട് പെർഫോം ചെയ്ത് നല്ല രസമായിട്ട് വന്ന് അവസാനം വന്നിട്ട് ഇട്ട് പണി കൊടുത്തു. എന്തിനാണ് അതിന്റെ കാര്യവും ഞാൻ തമിഴ് സിനിമ സംഭവത്തിലുള്ള പരിപാടിയാണ്. ഇപ്പൊ ജില്ല തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ വിളിച്ചിട്ട് വിജയായിട്ട് ഇങ്ങനെ ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ കൊടുത്തത്. ഈ നമ്മുടെ സൂര്യയുടെ ഒരു പടമുണ്ട്, സൂര്യയും മോഹൻലാലിന്റെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ടൊരു സംഭവം, അതിലും ഇങ്ങനെ എത്ര ലെജൻഡറി ആക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് കൊണ്ടുവന്ന് ഊക്കാൻ കൊടുക്കും. അതുമല്ല, ഈ സെയിം സാധനം തന്നെ ലിയോല് സഞ്ജയത്ത്, അതുപോട്ടെ ബാഹുബലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ബാഹുബലിയുടെ പല സിനിമകളിലും ഇതുപോലെ ന്യൂമാരെ ഈ പൊന്നിയൻ സെൽവനെ കൊണ്ടുപോയിട്ട് വെറുതെ ഊക്കിവിട്ടു. അതുപോലെ തന്നെ ബാഹുബലിനെ കൊണ്ടുപോയി നശിപ്പിച്ചുകൊടുത്ത സംഭവമാണ് ഈ പറയുന്ന ലിയോല്. ബാഹുബലി എന്താ, അയാളുടെ ഒരു ആക്ഷൻ പോലും മര്യാദ ചെയ്യിപ്പിക്കാതെ വെറുതെ കൊണ്ടുപോകും. ലിയോലെ ബാഹുബലിന്റെ സൂര്യൻ എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ടോ? ബാബുരാജ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ സിനിമയില് ബാബുരാജ് എന്ന് പറഞ്ഞൊരു നമ്മുടെ സ്വന്തം ഏറ്റവും നല്ല നമ്മുടെ വില്ലൻസും ചെയ്ത ഒരു വ്യക്തിയാണ് ബാബുരാജ്. ബാബുരാജ് ഇപ്പൊ ഒരുപാട് സിനിമകളിലേക്ക് വെടികൊണ്ട് ചാവുക. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ ഞാനിപ്പോ ഒരു ജോലിക്ക് വിളിച്ചു, നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസത്തേക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു. ഒരു മണിക്കൂറിന് നിങ്ങളെ ചെന്നൈയിലേക്ക് വെറുതെ വിളിച്ചിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവില്ലേ? അതെന്നെ ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എതിരഭിപ്രായമുണ്ട്. വെറും ആൾക്കാരല്ല, അഭിനയിച്ച് പ്രൂവ് ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന എല്ലാവരും. മറ്റുള്ള ആക്ടേഴ്സ്, അമീർ ഖാൻ പോട്ടെ, ശരി, ബാബുരാജ് ഇവിടുത്തെ നടനാണ് പോട്ടെ, ബാബു ആന്റണി, സഞ്ജയ് ദത്ത്, ഈ ലിയോ എന്നുള്ള സിനിമയെ കൊണ്ടിട്ട് എന്താ കാണിച്ചു കൂട്ടിയതാണ് ഈ സഞ്ജയ് ദത്തുള്ള ആളാ. ഇപ്പൊ ഈ സിനിമയില് അമീർ ഖാനെ കൊണ്ട് കാണിച്ചു കൂട്ടിയത്
ഈ മലയാളത്തിൽ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരെയും കൊണ്ടുപോയിട്ട് ഇവന്മാരെ കൊണ്ടുപോയിട്ട് ഈ പരിപാടി പിന്നെ പൈസ കിട്ടും. പിന്നെ അല്ല ആമീർ ഖാനിന്റെ പൈസ ഒന്നും അല്ല. ആമീർ ഖാൻ ആയാലും ഉപേന്ദ്ര ആയാലും നാഗാർജുന ആയാലും ഇതിൽ വന്നതിന്റെ മെയിൻ ഫാക്ടർ രജനീകാന്തിനോടുള്ള ബന്ധമാണ് വന്നത്. ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ഇവിടെ വന്നത്. പണ്ട് റെസ്പെക്ട് കാണിക്കണ്ടേ? ഇവരുടെ ക്യാരക്ടർ എന്താണ്? ശരി, റോള് കൊടുത്തു, വെടിവെച്ച് കൊന്നോട്ടെ, വില്ലനൊക്കെയാണ് ഓക്കെ. ഈ പറഞ്ഞ ശിവാജി എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിനെ വിളിച്ചെന്ന് വെച്ചു. മോഹൻലാലിനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ പരിപാടി ചെയ്യാനാണെങ്കിൽ എന്തിനാണ് ഇവരെ കൊണ്ടുപോയിട്ട് ഈ തമിഴ് സിനിമയിൽ കൊണ്ടുപോകാം? നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരെക്കാട്ടൊക്കെ കൂടുതൽ എനിക്ക് ഇച്ചിരി നിരാശയുള്ള സത്യരാജിന്റെ കാര്യത്തില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം സത്യരാജ് 7 സിനിമകളിൽ രജനീകാന്തിന്റെ വില്ലനായിട്ട് തള്ളങ്ങിയിട്ട് സത്യരാജ് പറഞ്ഞു ഞാൻ ശിവാജി എന്തിനും ചെയ്യാതിരുന്നത് അതിനപ്പുറത്തോട്ട് റോളിന് വേണ്ടിയാണ്, ഞാൻ അതിനെ വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇതിൽ സത്യരാജിന്റെ ക്യാരക്ടർ കൊള്ളാം. പക്ഷെ രജനീകാന്ത് സത്യരാജ് കോംബോ പ്രതീക്ഷിച്ചതല്ല കിട്ടിയത്. അതിൽ എനിക്ക് ബാക്കി നിങ്ങൾ ആമീർ ഖാനെയും ഉപേന്ദ്രയും ഒന്നും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്ത് സിനിമ കാണുമ്പോൾ രജനീകാന്ത് സിനിമ ലോജിക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. വിജയ് സിനിമയാണോ വിജയ് സിനിമ നമ്മൾ ലോജിക്ക് ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സൗബിന്റെ ഒരു കംബാക്ക് ഉണ്ട്. നിങ്ങൾ കഥ പറയല്ലേ? നിങ്ങൾ കഥ പറയല്ലേ? അതിനെ കുറിച്ച് തനിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ കഥ പറയില്ല. ഞാൻ കഥ പറഞ്ഞോ? ഇല്ല, കഥ നമ്മൾ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ സാധനത്തിനുള്ള ജസ്റ്റിഫിക്കേഷൻ അവിടെ ലോകേഷ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സിനിമയാണ്, സിനിമയിലെ ലോജിക് അല്ല മാജിക് ആണ്. പടത്തിന് നമ്മളിപ്പോഴും ഈ പറയുന്ന പോലെ ഇഷ്ടപ്പെടുന്നു. കാരണം പടത്തിലെ എല്ലാ ആക്ടേഴ്സും അടിപൊളി. ഇത്ര സാധനം കിട്ടിയിട്ട് ലോകേഷ്. പക്ഷെ ഒറ്റ കാര്യം പറയാം, 3 മണിക്കൂർ പടം ഉണ്ടാവും. 3 മണിക്കൂറും ഇടയ്ക്ക് ഇച്ചിരി ലാഗ് അടിച്ചെങ്കിൽ നമ്മൾ 3 മണിക്കൂർ ഇരുന്നു പോയി. ലാഗില്ല. അതാ അത് കാരണം എന്താണെന്നറിയോ? നമുക്കറിയാം ഈ പറഞ്ഞ 4 പേര് സിനിമയിലുണ്ട്. അതാണ് കാര്യം. കാത്തിരിപ്പാണ്. ഉപേന്ദ്ര എപ്പോ വരും, ആമീർ ഖാൻ എപ്പോ വരും. ആ വന്നപ്പോഴോ ഇത് ഇത്രയാണ് നമ്മൾ കാത്തിരുന്നത്. ആ ഒരു സാധനം കിട്ടി. സഞ്ജയ് ദത്ത് ഇതുപോലെ തന്നെ വന്നു നോക്കുന്ന സമയത്ത് 2 ട്രക്ക് ബാക്കിൽ നിൽക്കുന്നത്. അപ്പൊ ഉറപ്പിച്ചു ഇത് മറ്റേ ഇവന്റെ റോളക്സിന്റെ അനിയനാണ് ആമീർ ഖാൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച്. പക്ഷെ നിങ്ങൾ ചിന്തിച്ച തെറ്റാണ്. LCU അല്ല എന്ന് ലോകേഷ് വീണ്ടും പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റാണ്. സിനിമ കണ്ടത് എന്നിട്ട് പിന്നെയും പോയല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. അതാണ് സ്റ്റാർഡം. നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഉറക്കൊഴിച്ച് പോകുന്നതാണ് സ്റ്റാർഡം. അല്ലാതെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് കൊള്ളാമെന്ന് കേൾക്കുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതല്ല സ്റ്റാർഡം. ഇവര് കുറെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് എന്താ പറയാ കളിയാക്കി വിടുക. എനിക്ക് നാഗാർജുനയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും എനിക്ക് കാരണം ആമീർ ഖാൻ ഒരു സീനിലെ വരുന്നുള്ളൂ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ഉപേന്ദ്രൻ ഗസ്റ്റ് ആണെന്നുള്ളത്. പക്ഷെ നാഗാർജുന ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള സാധനമാണ്, നാഗാർജുനയുടെ വേറെ തരത്തിലുള്ള സാധനമാണെന്ന് പറഞ്ഞത് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടിയില്ല. കാരണം നാഗാർജുനയുടെ നമ്മൾ ഇതിനപ്പുറം കണ്ടിട്ടുള്ള പുള്ളി വില്ലനിസം ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നാഗാർജുന പോരായിരുന്നു, നാഗാർജുനയ്ക്ക് ഇത്ര പോരായിരുന്നു. അതിനെക്കാട്ടും പ്രാധാന്യം സൗബിന് കൊണ്ടുവന്നും നല്ല രീതിയിൽ സൗബിന് കൊടുത്തിട്ടുണ്ട്. രജനി കഴിഞ്ഞാൽ സൗബിനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പെർഫോം ചെയ്യാൻ സ്പേസും കൊടുത്തിട്ടുള്ളത്. നാഗാർജുനയും നമ്മുടെ കാർത്തി സൂര്യയുടെ പടം വന്നിട്ട് അതിലെ നാഗാർജുനയായിട്ട് അത് ഭയങ്കര അവസാനം വരുന്നില്ല. അതില് മറ്റേ വീൽ ചെയറിൽ ഇരിക്കുന്ന നാഗാർജുനയല്ലേ? അതുപോലത്തെ വീൽ ചെയറിൽ ഇരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ആ ക്യാരക്ടറിന് കുറച്ചും കൂടി ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും കുറച്ചുകൂടി ഡെപ്ത് കൊടുക്കാൻ വരുന്നു ക്യാരക്ടറിന്. നാഗാർജുനക്ക് എന്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നല്ലൊരു കട മുടിയൊക്കെ വരുമ്പോ നമ്മള് പ്രതീക്ഷിക്കുന്ന നാഗാർജുനക്ക് പെട്ടയ്ക്കുന്നതാണ്. ഞാൻ പറയട്ടെ, അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരെ എനിക്ക് കൊണ്ടുപോയിട്ടിരുന്നെങ്കിൽ ഇങ്ങനെ കാണിച്ചു വിട്ടതെങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല. ഇത് നല്ല അങ്ങനെ അഭിനയിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 6 മണിക്ക് ഷോ ബുക്ക് ചെയ്യില്ല. രണ്ടാം പടം ബുക്ക് ചെയ്യും, നമ്മൾ പോകും. പക്ഷെ ഈ പറയുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ഇതിന്റെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് കിട്ടിയ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് കിട്ടില്ലായിരുന്നു. അവര് ബിസിനസ് വേണ്ടോ? ബിസിനസിന് വേണ്ടി എടുത്തു വെച്ചു പിന്നെ ബിസിനസ്സിലാണെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി സൺ പിക്ചേഴ്സ് കോടികൾ കളയില്ലല്ലോ. കാണിക്കുമ്പോൾ ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന കാര്യമാണ്. അല്ലാണ്ട് ഇതിലും എല്ലാ കഴിവുകളും ലോകേഷ് കവിരാജന്റെ ഡയറക്ഷൻ, മറ്റേ ക്യാമറമാന്റെ പേര് ഗിരീഷ്, മ്യൂസിക് ആരാ അനിരുദ്ധ്, മെയിൻ ആക്ടർ ആരാ രജനീകാന്ത്, ക്യാമിയോ, സൗബിൻ വില്ലൻ, മറ്റാരാ ഉപേന്ദ്ര, പിന്നെ സത്യരാജ്, എന്റെ അമ്മി കൈ ഒടിഞ്ഞ്, പിന്നെ മറ്റുള്ളു ഇത്ര സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ടും
ഒരു പടത്തിന് ഒരു ഇമ്പാക്ട് തരാൻ പറ്റില്ലെങ്കിൽ ആ പടത്തിന്റെ അവസ്ഥ മ്യൂസിക് അനിരുദ്ധ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അതിലൂടെ പിന്നെ ഇതെനിക്ക് തോന്നിയ മറ്റേ ഈ മോണിക്ക സോങ്ങിന്റെ പ്ലേസ്മെന്റ് ഒന്നും അങ്ങനെ കറക്റ്റ് ആയില്ല. നമ്മളിപ്പോ അതായത് എനിക്ക് മനസ്സിലായത് ലോകേഷിന്റെ പാട്ടുകൾക്കുള്ള സ്പേസ് ഇല്ല, പക്ഷെ അനിരുദ്ധ് ഗംഭീര സാധനം ചെയ്ത് ലോകേഷിന് കൈ കൊടുത്തപ്പോൾ ഇത് എവിടെയെങ്കിലും ഉൾപ്പെടുത്തണ്ടേന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അനിരുദ്ധ് എന്താ പറയാ 10 രൂപ കിട്ടി 50 രൂപയുടെ പണി എടുത്തിട്ടുണ്ട് അതിൽ. ആ രീതിയിൽ അനിരുദ്ധ് നല്ല ഉഗ്രനായിട്ട് പാട്ടൊക്കെ പുറത്തേക്ക് അടിപൊളിയാണ്. അതിനേക്കാൾ അടിപൊളിയായിട്ട് ഈ സാധനം വർക്ക് ചെയ്ത് സോബിന്റെ ആ ഡാൻസ് കൂടിയാണ് കൊടുത്ത് ട്രെൻഡാക്കിയാണ് കൊടുത്ത് തിയേറ്ററിൽ ഈ സാധനം അതാ പാട്ട് പ്ലേസ് ചെയ്തതിന്റെ കുഴപ്പമായിട്ടാ തോന്നിയത്. പക്ഷെ ഈ സിനിമയോട് എനിക്ക് തോന്നുന്ന സൗബിന് ഗുണം ചെയ്യും. ഈ സിനിമയോട് സൗബിന് അവിടെ ഒരു ചെന്നൈന്ന് വിളി വരും. അതായത് ഫഹദിന് ശേഷം ഇനി സൗബിന് അവിടെ ഒരു സ്പേസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നണത്. നമുക്ക് നോക്കാം. എന്നൊക്കെ പറഞ്ഞാലും പടം സൺഡേ വരെ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി മൺഡേ അറിയാം അതിന്റെ മൺഡേ ആണ് ശരിക്കും അതിന്റെ ഒരു. പക്ഷെ ഇത് നഷ്ടമൊന്നും വരില്ല. എത്രത്തോളം അതായത് ഇവര് മറ്റേ ജയിലറിന്റെ ലിയോന്റെ മേളിൽ പോവോ അതെ, പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ അറിയണമല്ലോ. നമ്മളറിയല്ലോ, നമ്മൾ ഇവിടുത്തെ പ്രമുഖ റിവ്യൂവേഴ്സ് അല്ലല്ലോ വന്നിട്ട് അപരാധം മറ്റേതെന്ന് പറയാനായിട്ട്. നമ്മൾ ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യലും ഇതിന്റെ അനാലിസിസ് നടത്താനാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. രജനീകാന്തിന്റെ ഒരു ഓപ്പോസിറ്റ് നമ്മുടെ സൗബിൻ നിൽക്കുമ്പോഴൊക്കെ ആ കിട്ടുന്ന നമുക്കൊരു അഭിമാനം തോന്നും, രസമാണ്. ആ സാധനം അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യരാജായിട്ടുള്ള ഇത് നാഗാർജുനയായിട്ട് ഏറ്റവും അടിപൊളി അമീർ ഖാനായിട്ട് സൗബിൻ നിൽക്കുന്ന ഒരു പോർഷനൊക്കെ ഉണ്ട്. അതൊക്കെ അത് ഓപ്പോസിറ്റ് നിൽക്കല്ലേ, അതൊന്നും അതിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു ഭാഗ്യമുള്ള നടണ്ടാവും. ബാബുരാജ് സൗബിൻ ഈ പറയുന്ന സൗബിൻ രജനീകാന്തായിട്ട് ഓപ്പോസിറ്റ്, അതുപോലെ നാഗാർജുനയുടെ ഓപ്പോസിറ്റ്, അതുപോലെ അമീർ ഖാനായിട്ട് ഓപ്പോസിറ്റ്. അവസാനം ബാബുരാജ് വന്ന് ഈ പറയുന്ന എല്ലാവരും തിയേറ്ററിൽ ആരും ഒരു കമന്റ് അടിക്കണ്ടായിരുന്നു, ക്ലൈമാക്സ് ബാബുരാജ് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട്. ബാബുരാജ് കൊണ്ടുപോയത് ഒരു തമാശയായിട്ട്. ബാബുരാജിന് സത്യം പറയുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ ജോക്കറെ, നിങ്ങളെ വിളിച്ചോ ബാബുരാജിന്, നിങ്ങൾ പോയില്ലേ? ഒരു പൈസ തന്നില്ല, വണ്ടിക്കൂലി നമ്മുടെ കയ്യിൽ നിന്നെടുത്തായി നമ്മൾ പോയില്ലേ? ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ചൊരു ഫ്രെയിമിൽ വരാൻ പറ്റാന്ന് പറയുന്ന ഒരു ഭാഗ്യമല്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവരൊക്കെ ഇല്ലേ ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചത് ഒട്ടുമിക്കവരും അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾക്കാർ. പിന്നെ രജനീകാന്തിന്റെ സിനിമ ലൈഫിൽ പോയിട്ട് ഇതുപോലെ ഇതിപ്പോ ജോജു പറഞ്ഞല്ലോ, ഞാൻ പണി സിനിമയുടെ തിരക്കിലായതുകൊണ്ട് മണിരത്നത്തിന്റെ സിനിമയും റെട്രോയും വിളിച്ചത്. ഒന്ന് കാർത്തി സുബ്രാജിനോടുള്ള ബന്ധം, മറ്റേത് മണി സാർ കമലാസാർ. ഞാൻ എന്താ നോക്കണ്ടേ, പോയി ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മളൊന്നും പറയുന്നില്ല. എല്ലാവരും ചെയ്യുമ്പോ ഈ പറഞ്ഞ ലോകേഷ് അത്രയും കെയർ ചെയ്യണമായിരുന്നു. ഇവരത്ര ആക്ടേഴ്സ് വരുന്നതാണ്, ഇവർക്ക് നല്ല പെർഫോമൻസ് ചെയ്യുന്ന നോക്കണം, ഇവർക്ക് മോശം ഉണ്ടാവരുത്. ഇത് ആരെ നോക്കണ്ടേ? ലോകേഷ് കനകരാജാണ് നോക്കണ്ടേ. അതായത് ഇത്ര ലെജൻഡറി ആക്ടേഴ്സ് വരുമ്പോ ഒരിക്കലും അവർക്കൊരു മോശം നാളെ തെറിയാക്കരുത്. അല്ലെങ്കിൽ നാളെ ട്രോൾസ് വരും. ഒബ്വിയസ്ലി നോക്കിക്കോ, നിങ്ങൾ OTT വരുമ്പോ ഭയങ്കര ട്രോൾസ് വരാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട്. ലിയോ കഴിഞ്ഞ ശേഷം ലോകേഷ് പിന്നീട് പറഞ്ഞിരുന്നു, അതിന്റെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ പറ്റി, എനിക്ക് പറ്റാത്ത രീതിയിൽ പോയി. ഇതിന് ലോകേഷ് ഇതിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, പൊതുവെയുള്ള ചർച്ചകൾ വരുന്നതനുസരിച്ച് ലോകേഷ് ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. അല്ല ലോകേഷിന്റെ സിനിമ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ പരാജയമൊന്നും സംഭവിക്കില്ല. ലോകേഷ് സിനിമയിൽ എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ അത് റിവ്യൂസിന്റെ തലയിൽ ഇട്ടിട്ട് ഒളിച്ചോടുന്ന ഒരു സംവിധായകനല്ല ലോകേഷ് അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അവിടെ തെറ്റുപറ്റി ഇവിടെ തെറ്റുപറ്റി എന്ന് പറയുന്ന ഒരാളാണ് ലോകേഷ്. എന്തായാലും ഇത് തന്നെ പറയുന്നത്. ബിരിയാണി കണ്ടില്ല, ബിരിയാണിയാണ് അത് അല്ലേ? ഇതിലെ പാട്ടുകൾ മറ്റേ ഒരു ഓൾഡ് സോങ്സ് ഇടുന്നുണ്ട്. അത് ശരി, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കറിയില്ല. അതിൽ ഒരു പാട്ട് രജനീകാന്തിന്റെ പഴയ പാട്ടാണ്, അത് കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേത് രണ്ടും എനിക്ക് ഓർമ്മയില്ല. കല്ലൂരി വാസലിലല്ല, വേറെ ഏതോ രജനിയുടെ ഒരു പഴയ ഒരു പടത്തിൽ ഒരു പാട്ട് ഇതിൽ എവിടെ വെക്കുന്നുണ്ട്, എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഈ പറയുന്ന പോലെ പടം കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് റോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായി. പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇത്രയും താരങ്ങളെ കാണാൻ എത്രയോ പടങ്ങൾ ഇറങ്ങുന്നു ഒരു ആവശ്യമില്ലാതെ. ഇത് ആവശ്യമില്ലാത്ത പടം ഇവര് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാന്നുള്ള. അല്ലാതെ ഞാൻ
ഇവർ നിരാശനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനെ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും എനിക്ക് നാഗാർജുനയുടെ കാര്യത്തിലാണ് ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് തോന്നിയ കാര്യം. പിന്നെ ലോകേഷിന്റെ ചില സ്ക്രിപ്റ്റിൽ വരുന്ന കുറച്ച് ഒരു ലേസിനെസ് ലോകേഷിന് ഇതിലെ എഴുത്തിൽ കുറച്ച് ഫീൽ ചെയ്തതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ എടുത്ത് പറയും. ഞാൻ കൂലി എന്ന സിനിമ കണ്ടതിൽ ഏറ്റവും കൂടുതൽ മലയാളി എന്ന നിലയിൽ ഞാൻ ഒരു സിനിമ ഒരു ഗൂസ് തോന്നിയത് ഈ സൗബിക് എന്ന് പറയുന്ന ക്യാരക്ടർ. അത് അദ്ദേഹം രജനീകാന്ത് എന്ന നടന്റെ ഓപ്പോസിറ്റ്, അതുപോലെ അമീർ ഖാൻ എന്ന നടൻ, അതുപോലെ തന്നെ നാഗാർജുന, ഇവർ മൂന്നുപേർക്കും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. ഇത് ഏറ്റവും അടിപൊളിയായ കഥായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ബാബുരാജ് ഏറ്റവും എല്ലാവരും ഓപ്പോസിറ്റ് നിന്ന് അടിപൊളിയായിട്ട് മരിക്കുന്നുണ്ട്. അതും